പ്രസിദ്ധരായ ഡോക്ടേഴ്സാണ് പെഡിയാട്രിക് ഡോക്ടേഴ്സ്, ഭാര്യയും ഭർത്താവും. അവർക്കുണ്ടായിരിക്കുന്ന കുഞ്ഞ് ഒരു പ്ലാസ്റ്റിക് ബേബി എന്ന് പറഞ്ഞാൽ ബോഡി എല്ലൊക്കെ പ്ലാസ്റ്റിക്കുമായിരിക്കും. എന്നിട്ട് ഒരു കാരിയറിൽ കൊച്ചിനെ അവർ കൊണ്ടു നടക്കാണ്. നിൽക്കില്ല, നിന്നാൽ കൊളാപ്സ് ആവും. എല്ലൊക്കെ വെറും പ്ലാസ്റ്റിക് ആയിട്ടിരിക്കണം. ഇത് ചിലർ കാണുമ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഞാൻ അവരോട് കുറേ സംസാരിച്ചു. അവർ ഈ കുഞ്ഞിനെ മാലാഖ ഞങ്ങൾക്ക് ദൈവം തന്ന വലിയ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണത്. ദേ ആർ പെഡിയാട്രീഷ്യൻസ്. അപ്പോൾ അവർക്ക് ഈ പെഡിയാട്രിക് മിനിസ്ട്രിയിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഉള്ള ചികിത്സയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ അനുഭവങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത്. എന്നാൽ അവരുടെ കൊച്ചിന് ഇങ്ങനെയാണ്. അതിന് ചികിത്സിക്കാൻ ഒരു ചികിത്സയും അതിനില്ല. നോ മെഡിസിൻ ഫോർ ദാറ്റ്. അപ്പോൾ ദൈവം ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നത് ദൈവത്തിൻ്റെ ശാപമല്ല. ദൈവം അനന്ത നന്മ സ്വരൂപനാണ്. അനന്ത നന്മ സ്വരൂപനാണ്. ദൈവം ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. ഒരു മനുഷ്യൻ അംഗവൈകല്യത്തോടെ ജനിപ്പിക്കുന്നത് ദൈവമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിന് ദൈവത്തിന് പദ്ധതികളുണ്ട്, ദൈവത്തിന് കാരണങ്ങളുണ്ട്. അത് നമ്മുടെ ബുദ്ധിക്ക് അതീതമാണെന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു എന്താ പറയണത്, ഷണ്ടൻ. ഈ ഷണ്ടന്മാരെ വഴിയിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് അവരോടൊക്കെ ഭയങ്കര വേറൊരു ചിന്തയല്ലേ. ദൈവത്തിന് അങ്ങനെയല്ല. നോക്കിയേ, ഒരു ഷണ്ടൻ, എത്യോപ്യക്കാരൻ ഷണ്ടനെ സുവിശേഷവൽക്കരിക്കാൻ വേണ്ടി അപ്പസ്തോലനെയാണ് കർത്താവ് അയച്ചത്. ഫിലിപ്പോസിനോട് പറഞ്ഞ്, നീ എണീറ്റിട്ട് എന്ത് ചെയ്യാനാ, അങ്ങോട്ട് നടക്ക്, അവിടെ എന്ത് ചെയ്യാനാ, ഇങ്ങോട്ട് നടക്ക്, അവിടെ എന്ത് ചെയ്യാനാ, അതൊന്നും പറയാനില്ല. ആ ഗാസായിലേക്കുള്ള പാതയിലേക്ക് പോകും, എണീറ്റ് നടക്ക്. പൗലോസ് ഫിലിപ്പോസിനോട് പരിശുദ്ധാത്മാവ് പറയാണ്. അങ്ങനെ നടത്തി അവിടെ കൊണ്ടുവന്നപ്പോൾ അപ്പോഴും മനസ്സിലാവില്ല എന്തിനാണ്. ആ രഥത്തിനോട് ചേർന്ന് നടത്തും. അപ്പോൾ അതിനകത്തിരുന്ന ഒരാൾ ഈശയ്യായുടെ വചനം വായിക്കണം. അത് കേട്ടപ്പോൾ ചാടി എഴുന്നേറ്റപ്പോൾ അകത്ത് കയറിയപ്പോൾ എന്താ, ഒരു ഷണ്ടൻ അതിനകത്തിരുന്ന് വചനം വായിക്കണം. ഈ ഒരാളെ യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കാൻ വേണ്ടി ഫിലിപ്പോസിനെ അയച്ചു കണ്ടോ. അപ്പോൾ ദൈവത്തിന് ഇങ്ങനെയുള്ളവരോട് വലിയ സഹാനുഭൂതിയും കരുണയും ഉണ്ടെന്ന് വിശ്വസിക്കണം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ദൈവത്തെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം. നമ്മൾ സഹനത്തെക്കുറിച്ചുള്ള ക്ലാസ് നടക്കുമ്പോൾ അത് മനസ്സിലാവും. ദൈവമേ, ഇന്ന് തന്നെ നടത്തണമെന്നാണ് വിചാരിച്ചിരുന്നത്, നടത്തണം നമുക്കിത് കഴിഞ്ഞ് സഹനം. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ ശരിക്കും മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എവിടെയായി? നരകത്തിലാണല്ലേ. എന്താണ് നരകം? മനസ്സിലായി. അതിന് താഴെ എഴുതിയിരിക്കുകയാണ്, ആരും നരകത്തിൽ പോകാൻ വേണ്ടി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും സ്വർഗത്തിൽ വരണമെന്നാണ്. ഓക്കെ, ഇനി അന്ത്യവിധി 1040 അല്ലേ, 1038 എന്താണ് അന്ത്യവിധി? അന്ത്യവിധിക്ക് മുൻപായി എല്ലാ മരിച്ചവരുടെയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും ഉത്ഥാനമുണ്ടാകും. കബറിടങ്ങളിലുള്ളവരെല്ലാം മനുഷ്യപുത്രന്റെ സ്വരം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരികയും ചെയ്യുന്ന മണിക്കൂർ ആയിരിക്കും അത്. അപ്പോൾ ക്രിസ്തു തന്റെ മഹത്വം ഇത് എപ്പോഴും മനസ്സിലാക്കണം. ക്രിസ്തു മഹത്വമാണ്. തന്റെ മഹത്വത്തിൽ സകല മാലാഖമാരോടും കൂടെ വരും. സകല മാലാഖമാരോടും കൂടെ വരും. ഇപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് 19-ാം സങ്കീർത്തനത്തിൽ പാടി തുറക്കുന്നുണ്ടോ? 19-ാം സങ്കീർത്തനത്തിൽ എന്താ പറയുക? മണവറയിൽ നിന്ന് മണവാളനെന്ന പോലെ
സൂര്യനതിൽ നിന്ന് പുറത്തു വരും, മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ. കണ്ടോ, വിജയ മഹത്വം ആയിട്ടാണ് വരുന്നത്. അതാണ് ആ അന്ത്യവിധിയുടെ ആ സമയത്ത് സൂര്യനേക്കാൾ വെല്ലുന്ന ശോഭയോടെ. അപ്പോൾ ഈ അന്ത്യവിധി എന്ന് പറയണത് ഒരു മഹത്വത്തിൻ്റെ വിജയത്തിൻ്റെ ആഘോഷമാണത്. നമ്മൾ വിധി എന്ന് പറയുന്നത് ശിക്ഷിക്കാൻ എന്നാണ് ചിന്തിക്കുന്നത്, ഒരിക്കലുമല്ല. ഇവിടെ വിജയശ്രീലാളിതനായിട്ടാണ് ഈശോ വരുന്നത്. ഇതിനെക്കുറിച്ച് അപ്പോൾ രണ്ട് കൂട്ടർ അവിടെയുണ്ട്. ഒന്ന് ഇടതുവശത്തുള്ളവർ, വലതുവശത്തുള്ളവർ. ഇപ്പോൾ ഇടതുവശത്തുള്ളവരെ കുറിച്ചാണ് പറഞ്ഞേക്കണത്. അവരെ കെടാത്ത തീയിൽ നശിപ്പിക്കും, അവരെ പുഴു തിന്നും. ഈ പുഴുവും കെടാത്ത തീയുമൊക്കെ നരകത്തിലുള്ളത് പിശാചിനും പിശാചിൻ്റെ കൂട്ടർക്കും വേണ്ടിയുള്ളതാണത്. അവരെവിടെയാണ് ഉണ്ടാവുക? അവിടെ നമ്മൾ പോകും. ഏതുപോലെ നീ കർത്താവായ ഈശോ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. അപ്പോൾ ഇതൊരു വേറൊരു ഈശോ പറഞ്ഞു, നിനവേക്കാർക്ക് കൊടുത്ത അടയാളം, നിനവേക്കാർക്ക് യോന ഒരു അടയാളമായിരുന്ന പോലെയായിരിക്കും. അന്ത്യദിനത്തിൽ നിനവേ നിവാസികൾ എഴുന്നേറ്റ് ഈ തലമുറയിലുള്ളവരെ കുറ്റം വിധിക്കും. എന്താ അവർ പറയാൻ പോണേ? ഇതാ യോനായേക്കാൾ വലിയവൻ ഇവിടെ. നിനവേക്കാരോട് യോന പറഞ്ഞു, കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞോ ഇവരൊക്കെ നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് നശിപ്പിച്ചോ? നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവരെല്ലാവരും പശ്ചാത്തപിച്ച് ചാരം പൂശി ചാക്കൊടുത്തു. ദൈവത്തിൻ്റെ ഹൃദയം കരുണ നിറഞ്ഞു. ദൈവം തൻ്റെ പദ്ധതി മാറ്റി. യോന അവരുടെ പാപത്തിന് പരിഹാരം ചെയ്തോ? യോന അവരുടെ പാപത്തിന് പരിഹാരമൊന്നും ചെയ്തില്ല. എന്നാൽ കർത്താവ് ഈശോ മിശിഹ ഈ സുവിശേഷം പ്രഘോഷിക്കുക മാത്രമല്ല, നിനവേക്കാരുടെയും കൂടി പാപം കർത്താവ് ഈശോ മിശിഹ കുരിശിൽ ഏറ്റെടുത്തോ ഇല്ലയോ? ഇത് നിങ്ങൾ എപ്പോഴും മറക്കരുത്. അപ്പോൾ നിനവേവാസികൾക്ക് യോനായെ പോലെയാണ് അത് എന്ന പോലെ സുവിശേഷത്തിൽ യേശുവും എല്ലാവരും പറയുന്നുണ്ട്, നരകമുണ്ട്, നരകത്തിൽ പോവും. എങ്ങനെയല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നരകത്തിൽ പോവും. എന്നാൽ നിങ്ങൾ ഏറ്റവും വലിയ പാപിയാണെങ്കിലും എന്താണ് മുഴുവൻ പറയുന്നത്? നമ്മൾ സോദോം ഗൊമോറ തന്നെ ചിന്തിക്കുമ്പോൾ ഭയാനകമാണ്. പക്ഷെ അവിടെ കരുണയുണ്ടായിരുന്നോ? സോദോം ഗൊമോറയിൽ ഉണ്ടായിരുന്നു. എന്താ കരുണ? പെട്ടെന്ന് എടുത്ത് ഉൽപ്പത്തി 19 അവിടെ ആ ദൈവദൂതന്മാർ വന്നിട്ട് ലോത്തിനോട് പറയാണ്, നീയും കുടുംബവും വേഗം രക്ഷപ്പെട്ടോളൂ കേട്ടോ. അതൊന്ന് വായിച്ചേ. ആ രണ്ടുപേർ ലോത്തിനോട് വചനം പറഞ്ഞേ 19 അധ്യായം 12 തൊട്ടുള്ള വാക്യം. 19 അധ്യായം 12 തൊട്ടുള്ള വാക്യം, 12 മുതൽ ഒന്ന് വായിച്ചേ. ആ രണ്ടുപേർ ലോത്തിനോട് പറഞ്ഞു, ഇവരെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെയുണ്ടോ? പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ മറ്റാരെങ്കിലുമോ നഗരത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്തു കടത്തിക്കൊള്ളുക. ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. ഇവിടം നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടു പോവുക. കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ രണ്ടുപേരെയും കൂട്ടി വേഗം പുറപ്പെടുക.
അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും. എന്നാൽ അവൻ മടിച്ചു നിന്നു. കർത്താവിന് അവനോട് കരുണ തോന്നിയതുകൊണ്ട് Praise the Lord. കണ്ടോ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? കർത്താവിന് മനുഷ്യൻ എന്നിട്ടും വിശ്വസിക്കണില്ല, എന്നിട്ട് അവർ വിശ്വസിക്കണില്ല. പക്ഷേ എന്നിട്ട് കർത്താവിന് അവരോട് കരുണ തോന്നിയിട്ട് ആ മനുഷ്യർ അവരെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ചു. നഗരത്തിന് പോയിന്റാണ്, കൈക്ക് പിടിച്ച് നരകത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവന്നു. അവരെ പുറത്തു കൊണ്ടുചെന്ന് വിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞു നോക്കരുത്, താഴ്വരയിലെങ്ങും തങ്ങുകയും അരുത്, മലമുകളിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്തു നശിക്കും. ലോത്ത് പറഞ്ഞു, യജമാനനെ അങ്ങനെ പറയരുതേ, ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമായല്ലോ. എന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത്. കാരുണ്യമാണല്ലോ കാണിച്ചത്. എന്നാൽ മലയിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ. അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു. ഇതാ ആ കാണുന്ന പട്ടണം, ഇവിടെ ഒരു ചെറിയ പട്ടണമുണ്ട്. ഓടി രക്ഷപ്പെടാവുന്നത്ര അടുത്താണത്, ചെറുതുമാണ്. ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു കൊള്ളട്ടെ, അത് ചെറുതാണല്ലോ, അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാം. അവൻ പറഞ്ഞു, ശരി, അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല. വേഗമാകട്ടെ, അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക. നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല. ഓക്കെ, അപ്പോൾ നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല, ഞാൻ നിന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ 2-3 പദപ്രയോഗങ്ങൾ വളരെ പ്രധാനമാണ്. ദൈവം ദൂതനെ അയച്ച് അവരെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. അവരെ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. ഇതാണ് ദൈവത്തിൻ്റെ കരുണ. ദൈവം മറ്റവരോട് നശിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തെ അവരോട് പറഞ്ഞ് നിങ്ങൾ വേഗം വരാമെന്ന് പറഞ്ഞിട്ട് മറ്റൊരു വരണ പോലുമില്ല. അപ്പോൾ കർത്താവ് ഈ നാശം എന്ന് പറയുന്നത്, തീയിലിടൂന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ കർത്താവിൻ്റെ കരുണാർദ്രമായ സ്നേഹത്തെ തിരസ്കരിക്കുന്നവരാണ് നരകത്തിലേക്ക് പോകുന്നത്. എങ്കിലും അതുപോലും ഇല്ലാതിരിക്കാൻ വേണ്ടി മറ്റനേകം വിശ്വാസികളെ ദൈവം വളർത്തിയിരിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് അവരെയും കൂടി കൊണ്ടുവരണം. ഓക്കെ, ഇപ്പോൾ പരിശുദ്ധ പിതാവ് ഈ കരുണയുടെ വർഷത്തിൽ നൽകിയ ഒരു പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ അന്ത്യവിധിയെക്കുറിച്ച് പേടിക്കുകയല്ല വേണ്ടത്, ഒരുങ്ങുകയാണ് വേണ്ടത്. നിങ്ങളോടൊപ്പം അന്ത്യവിധിയിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല. നിങ്ങൾക്ക് രണ്ട് അഡ്വക്കേറ്റുമാരുണ്ടാകും. 2 അഡ്വക്കേറ്റുമാരുണ്ടാകും. ആ ഒരു പുസ്തകം എടുത്ത്, ഹോളി സ്പിരിറ്റിൻ്റെ പുസ്തകം എടുത്ത്, നിങ്ങളുടെ കൂടെ 2 അഡ്വക്കേറ്റ്. കാരണം ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, എപ്പോഴും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു അഡ്വക്കേറ്റിനെ ഞാൻ അയക്കും. എപ്പോഴെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വിട്ടുകളയോ? ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്ഥലമൊരുക്കി ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വരും. എന്തിനാ വീണ്ടും? ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. മറ്റൊരു സഹായകനെയും പറ്റും. ശ്രദ്ധിക്കണേ, ഈ അഡ്വക്കേറ്റുമാർ, പോപ്പ് ഫ്രാൻസിസ് പറയാണ്, ഈ അഡ്വക്കേറ്റുമാർ നമുക്ക് ഫേവറായിട്ട് വാദിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇവർ നമ്മുടെ അഡ്വക്കേറ്റാണ്. അവർ നമുക്കെതിരായിട്ട് വാദിക്കുമോ? നമ്മളൊരു അഡ്വക്കേറ്റിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എതിർ പാർട്ടിക്കാണോ വാദിക്കാൻ പോണേ, നമുക്ക് വേണ്ടിയാണ് വാദിക്കാൻ പോണേ. അതാണ്, നമ്മളുടെ അഡ്വക്കേറ്റുമാർ നമുക്ക് അനുകൂലമായിട്ട് വാദിക്കും. പ്രൈസ് ദ ലോർഡ്. എന്തായിരിക്കും വാദിക്കാൻ പോകുന്നത്? ഇപ്പോൾ എൻ്റെ വിധി നടക്കാൻ പോവുകയാണ്. എൻ്റെ പേര് വിളിക്കപ്പെട്ടു, കൊടിയൻ തോമസ് പോൾ. യെസ്, ഞാൻ വന്നോടെ. ഉടനെ എൻ്റെ അഡ്വക്കേറ്റ് നമ്പർ 1ഉം 2ഉം എൻ്റെ കൂടെ വരികയാണ്.
വന്നിട്ട് അഡ്വക്കേറ്റ് നമ്പർ 1 പറഞ്ഞു, അഡ്വക്കേറ്റ് നമ്പർ 1, ഐ ആം ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, പറഞ്ഞോളൂ. ഈ തോമസ് പോൾ വലിയ പാപിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ സകല പാപങ്ങളും ഞാൻ കുരിശിൽ ഏറ്റെടുത്തു. അത് ഇദ്ദേഹം വിശ്വസിക്കുകയും അതിലൂടെ നീതീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ആ പാപങ്ങളെല്ലാം നമ്മുടെ ലിസ്റ്റിൽ നിന്നും മാറ്റിക്കൊള്ളിയിരിക്കുന്നു. ശരിയാണോ? ഇത് സമ്മതിക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ മാലാഖന്മാർ ഭയങ്കര ഒരു കയ്യടി തന്നു. അതുകൊണ്ട് ഈ തോമസ് പോളിനെ നീതിയുടെ വസ്ത്രം ധരിച്ച് കിരീടം ധരിച്ച് അങ്ങ് സ്വീകരിച്ചാലും. പ്രൈസ് ദ ലോർഡ്. അഡ്വക്കേറ്റ് നമ്പർ 2 ഹോളി സ്പിരിറ്റ് വന്നിട്ട് പറയാണ്, ഈ തോമസ് പോളിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഇവൻ ജീവിച്ചിരുന്ന കാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ആത്മാക്കളെ സ്വർഗത്തിൽ നേടിത്തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾക്ക് ഒരു ഗോൾഡ് മെഡലും ഒരു കിരീടവും ധരിപ്പിച്ചാലും. അപ്പോൾ മാലാഖാവൃന്ദം മുഴുവനും ഗാനമാലപിച്ചുകൊണ്ട് ഇങ്ങനെ പാടി, രാജകുമാരി സ്വർണ്ണ കസവുടയാട് ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജകൊട്ടാരത്തിലേക്ക് ആനയിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഇത് 45-ാം സങ്കീർത്തനത്തിൽ അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നതാണ്. രാജകുമാരി എന്ന് പറഞ്ഞാൽ ആരാ? സഭയാണ്, മണവാട്ടിയാണ്. സഭ മുഴുവനും കർത്താവ് കുഞ്ഞാടിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ട് മഹത്വീകരിക്കപ്പെട്ട ആ ജനം ഉയർത്തെഴുന്നേറ്റ് ഉയർത്ത ശരീരം ധരിച്ചിരിക്കുന്ന അവസ്ഥയാണ് രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി. സ്വർണ്ണക്കശവുള്ള ഉടയാട ചാർത്തി എന്ന് പറയണത് ദ എംബ്രോയിഡേഡ് ഗാർമെൻറ്റ്. സ്വർണ്ണക്കശവുള്ള ഉടയാട എന്ന് പറയണത് ഈ മരിച്ചുയർത്ത മഹത്വം ആർന്ന ഉയർത്ത ശരീരമാണ്. രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. ഇതാണ് അന്ത്യവിധി സമയത്ത് നടക്കുന്നത്. അപ്പോൾ പറയുകയാണ് രാജാവ്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലം നിങ്ങൾ സ്വന്തമാക്കുവിൻ. അതിനുശേഷം എന്തുണ്ടാകുന്നു? അതാണ് അടുത്തത്. അപ്പോൾ ഇവിടെ ഇനി പെട്ടെന്ന് സാധാരണ പറയാറുള്ള ഇതൊക്കെ ഞാൻ പറഞ്ഞാലും ആളുകൾ അപ്പോൾ ഇടതുവശത്തിരിക്കുന്നവരുടെ അവസ്ഥ എന്താ? അവരവിടെ പോകും. ഇതാണ് നമ്മുടെ പ്രശ്നം. ഇടതുവശത്ത് ആരുണ്ടാവും? ഇടതുവശത്ത് നിൽക്കുന്നവർ നശിക്കും. പക്ഷെ ആരുണ്ടാകും അവിടെ? മാലാഖമാരോ അല്ലെങ്കിൽ ആരുണ്ടാകും അവിടെ? പിശാചും അവൻ്റെ ദൂതന്മാരും ഉണ്ടാവും. ഈ യേശുവിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും അവിടെ ഉണ്ടാകുമോ? പറയും. ഇതാണ് വിശ്വാസം. ഒരു വാക്കുകൂടി പറഞ്ഞോട്ടെ. 1040 അവിടെ പഴുതിയേക്കണമെന്ന് വായിച്ചോ നിങ്ങൾ. 1040 അതായത് 273 നമ്പർ, പേജ് 273 ടോപ്പിൽ എഴുതിയേക്കണമെന്ന് വായിച്ചേ. CCC 1040 അവസാനം. അതായത് അന്ത്യവിധിയിൽ അവിടുത്തെ സൃഷ്ടികൾ ചെയ്ത സകല അനീതികളുടെ മേലും തുടങ്ങുന്നത് ഇങ്ങനെയാ. ദൈവത്തിന്റെ നീതി അവിടുത്തെ സൃഷ്ടികൾ
സൃഷ്ടികൾ ചെയ്ത സർവ്വ അനീതികളെയും സകല അനീതികളെയും കീഴടക്കുമെന്നും ദൈവത്തിന്റെ സ്നേഹം മരണത്തെക്കാൾ പ്രബലമാണെന്നും അന്ത്യവിധി വെളിപ്പെടുത്തും. ഒന്നുകൂടി വായിച്ചതെല്ലാവരും. ദൈവത്തിന്റെ നീതി അവിടുത്തെ സൃഷ്ടികൾ ചെയ്ത സർവ്വ അനീതികളെയും കീഴടക്കുമെന്നും ദൈവത്തിന്റെ സ്നേഹം മരണത്തെക്കാൾ പ്രബലമാണെന്നും അന്ത്യവിധി വെളിപ്പെടുത്തും. എന്തിനാണ് ഇതെല്ലാം? ഈ കഴിഞ്ഞിട്ടില്ല, ഇനി അടുത്തതാണ്. എന്താണ്? പുതിയ ആകാശം, പുതിയ ഭൂമി. അപ്പോൾ ഈ രക്ഷിക്കപ്പെട്ട, മഹത്വീകരിക്കപ്പെട്ട, കിരീടമണിഞ്ഞ ഈ വിശ്വാസികളെല്ലാവരും യേശുക്രിസ്തുവിനോടൊപ്പം പുതിയ ഒരു രാജ്യം സ്ഥാപിക്കപ്പെടുന്നു. പുതിയൊരു രാജ്യം. അതാണ് ചിതറിയൊരു ഇസ്രായേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നോർസ്ലേം നഗരിയവൻ കരുണാവാരിധി അവനല്ലോ. അതാണ് പുതിയ ജെറുസലേം, പുതിയ ഓർസ്ലേം എന്ന് പറയുന്നത്. അതാണ് പുതിയ ആകാശവും പുതിയ ഭൂമി. അപ്പോൾ അതാണ് യെശയ്യായുടെ പുസ്തകത്തിലും വെളിപാട് പുസ്തകത്തിലും എല്ലാം പറയുന്നത്, പുതിയ ആകാശവും പുതിയ ഭൂമി. അതിനെക്കുറിച്ചൊന്ന് വായിച്ചേ. 1046 എത്രയാ? 46. പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകത്തിന്റെയും മനുഷ്യരുടെയും അഗാധമായ വായിച്ചോ. പൊതുഭാഗതയെ പറ്റി വെളിപാട് ഉറപ്പിച്ചു പറയുന്നു. എന്തെന്നാൽ സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. കാരണം സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാകും. സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നുവെന്ന് നമുക്കറിയാം. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. ദൃശ്യപ്രപഞ്ചം തന്നെ രൂപാന്തരപ്പെടാനായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഉത്തിതനായ യേശു ക്രിസ്തുവിൽ തങ്ങളുടെ മഹത്വം പങ്കുവയ്ക്കുന്ന നീതിമാന്മാർക്ക് ഒരു തടസ്സവും കൂടാതെ സേവനം നൽകുന്നതിന് വേണ്ടിയാണ് ലോകം ആദിമാവസ്ഥയിൽ പുനഃസ്ഥാപിക്കപ്പെട്ട് രൂപാന്തരപ്പെടുന്നത്. അടുത്തത്, ഭൂമിയുടെയും മനുഷ്യൻ്റെയും പൂർത്തീകരണത്തിൻ്റെ സമയം നമുക്ക് അജ്ഞാതമാണ്. പ്രപഞ്ചം രൂപാന്തരപ്പെടുന്ന രീതി നമുക്കറിഞ്ഞുകൂടാ. പാപത്താൽ വികലമാക്കപ്പെട്ട ഈ ലോകത്തിൻ്റെ രൂപം കടന്നുപോകുന്നു. നീതി നിവസിക്കുന്ന പുതിയ വാസകേന്ദ്രവും പുതിയ ഭൂമിയും ദൈവം സജ്ജീകരിക്കുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതിൻ്റെ സൗഭാഗ്യം സമാധാനത്തിനായി മനുഷ്യ ഹൃദയങ്ങളിൽ ഉദിക്കുന്ന സകല ആഗ്രഹങ്ങളെയും നിറവേറ്റുകയും അതിശയിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് എത്ര എളുപ്പം മനസ്സിലാവുകയല്ല. ഇതിനകത്ത് ഒരുപാട് പ്രതീകങ്ങൾ, പ്രത്യേകിച്ച് വെളിപാടിൻ്റെ ഗ്രന്ഥത്തിലും യുഗാന്ത്യത്തെക്കുറിച്ച് പറയുന്ന എല്ലാം പ്രതീകങ്ങളാണ്. ഉദാഹരണത്തിന് സൂര്യൻ ഇരുളും, നക്ഷത്രങ്ങൾ അസ്തമിക്കും. എന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ നമ്മളിവിടെ സ്ട്രീറ്റ് ലൈറ്റ് രാത്രിയുണ്ട്, നല്ല പ്രകാശമുണ്ട് റോഡിലില്ലേ. ഒരാൾ രാവിലെ അത് ഓഫ് ചെയ്യാൻ മറന്നുപോയി. അതിൻ്റെ ആൾക്കാർ സ്ട്രീറ്റ് ലൈറ്റ് രാവിലെ ഓണാണ്. പക്ഷേ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രകാശം വല്ലവരും കാണുമോ? എന്ന പോലെ സൂര്യനേക്കാൾ വലിയ ശോഭയിൽ യേശുക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ പിന്നെ സൂര്യനെ കാണുമോ? സൂര്യനെ കാണില്ല. സൂര്യൻ അവിടെ ഉണ്ട്, പക്ഷെ സൂര്യനേക്കാൾ വലിയ പ്രകാശം വന്നിരിക്കുന്നത് കൊണ്ട് സൂര്യനെ കാണില്ല. പിന്നെ ചന്ദ്രൻ്റെ നക്ഷത്രത്തിൻ്റെ കാര്യം എന്താ? അപ്പോൾ ഇതിനെല്ലാം നമ്മൾ പ്രതീകങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പഠിക്കണം എങ്കിൽ ഒന്ന് ഈ CCC മാത്രം പഠിച്ചാൽ പോരാ. സഭാപിതാക്കന്മാർ, അപ്പസ്തോലന്മാർ കഴിഞ്ഞിട്ടുള്ള സഭാപിതാക്കന്മാരും പണ്ഡിതന്മാരും എഴുതിയ ഒരുപാട് ടീച്ചിങ്സ് ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ട്. അതെല്ലാം വായിക്കണം നല്ലതാണ്. ഇപ്പോൾ തോമസ് അക്വിനാസിൻ്റെയും വിശുദ്ധ അഗസ്തീനോസിൻ്റെയും
അതുപോലെ ഒരുപാട് പേരുടെ പ്രബോധനങ്ങളൊക്കെ ഉണ്ട്. ആ പുസ്തകങ്ങളൊക്കെ കുറച്ചൊക്കെ എടുത്ത് വായിക്കണം, നല്ലതാണ്. അപ്പോൾ തൽക്കാലം ഇത്രയും നമ്മൾ നിർത്തുക. ഒന്ന് മനസ്സിലാക്കുക, ഇത് പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ ആണ്, ഭീതി കലർന്ന യുഗാന്ത്യമല്ല. യുഗാന്ത്യം പ്രീതിയാണ്. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാഖമാരൊത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്ലാസ്സുകൾ അവസാനിക്കുന്നു. നമുക്കൊന്ന് സ്തുതിച്ച് നന്ദി പറയാം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി, അരമണിക്കൂറിനകത്ത് തിരിച്ചു വരുന്നു. അതിനുശേഷമാണ് ഏറ്റവും അനുഭവപൂർണമായ ക്ലാസ്സാണ് ഇനി വരാൻ പോകുന്നത്. നമ്മുടെ സഹനത്തിൻ്റെ യഥാർത്ഥ രഹസ്യം മനസ്സിലാക്കി അതിനുശേഷം കുറച്ച് സമയം ഈശോനെ എഴുന്നള്ളി വെച്ച് ആരാധിച്ച് നമ്മൾ അതിൻ്റെ ഒരു ഹീലിംഗ് പ്രെയർ നടത്തും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകാം.